എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ ചതുർത്ഥോധ്യായ, 4-ാം അധ്യായമാണ്. ശ്രീശുക ബ്രഹ്മർഷിയുടെ ഭഗവത് ധ്യാനവും കഥാരംഭവുമാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. സൂതൻ പറഞ്ഞു, ശ്രീശുകൻ അരുളി ചെയ്ത പരമാത്മ തത്വസംബന്ധമായ വാക്കുകൾ കേട്ടിട്ട് പരീക്ഷിത്ത് ശ്രീകൃഷ്ണ ഭഗവാനിൽ ചിത്തത്തെ അർപ്പിച്ചു. അദ്ദേഹം ഗൃഹം, ശരീരം, ഭാര്യ, പുത്രൻ, പശു, സമ്പൽ സമൃദ്ധമായ രാജ്യം മുതലായവയിലുണ്ടായിരുന്ന മമതയെ കൈവെടിഞ്ഞു. മൃത്യുകാലം ആഗതമായിരിക്കുന്നു എന്നറിഞ്ഞ ആ നൃപൻ ധർമാർത്ഥ കാമങ്ങളിലുള്ള ആഗ്രഹം വെടിഞ്ഞ് ഭഗവാൻ കൃഷ്ണനിൽ ദൃഢഭക്തിയോടുകൂടിയവനായും കൃഷ്ണ മാഹാത്മ്യം കേൾക്കുന്നതിൽ ശ്രദ്ധ ഉദിച്ചവനുമായി ഇപ്രകാരം ചോദിച്ചു: അല്ലയോ സർവജ്ഞനായവനെ, അവിടുന്ന് പറഞ്ഞ ഭാഗവത മാഹാത്മ്യം ശ്രവിച്ചതോടുകൂടി എന്നെ ബാധിച്ചിരിക്കുന്ന അജ്ഞാനം ക്രമേണ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മാദികൾക്ക് പോലും അചിന്തനീയമായ ഈ വിശ്വത്തെ ഭഗവാൻ എങ്ങനെയാണ് സ്വമായ കൊണ്ട് സൃഷ്ടിച്ചതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുരുഷോത്തമനായ ഭഗവാൻ ഏതേതു വിധത്തിലാണ് പാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്? സാക്ഷാൽ നാരായണൻ തന്നെ ത്രിമൂർത്തിഭാവത്തിൽ ഇക്കാണുന്ന സകലതും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്ത് ക്രീഡിക്കുന്നത് ഏതു ശക്തിയെ ആശ്രയിച്ചാണ്? അത്ഭുതകർമ്മങ്ങളോടുകൂടിയ ശ്രീഹരിയുടെ ചേഷ്ടകൾ ക്രാന്തദർശികൾക്ക് പോലും വിഭാവനം ചെയ്യാൻ പ്രയാസമാണെന്ന് ഞാൻ കരുതുന്നു. ഭഗവാൻ പുരുഷരൂപത്തിൽ ഏകനായിട്ടാണോ അതോ അവതാര രൂപത്തിലാണോ പ്രകൃതി ഗുണങ്ങളെ സ്വീകരിക്കുന്നത്? വേദത്തിലും വേദാന്തത്തിലും നിഷ്ണാതനായ അവിടുന്ന് എൻ്റെ സംശയം ദൂരീകരിച്ചാലും. സൂതൻ പറഞ്ഞു, പരീക്ഷത്തിൻ്റെ ഈ ചോദ്യം കേട്ട് ശ്രീശുകൻ ഭഗവാനെ ധ്യാനിച്ച് ഭാഗവതം പ്രവചിക്കുവാൻ ആരംഭിച്ചു. ഇവിടെ ഭാഗവതം പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായി അദ്ദേഹം ഭഗവാനെയും ഒരു ശ്ലോകം കൊണ്ട് വ്യാസമഹർഷിയെയും നമസ്കരിക്കുകയാണ്. വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർമ്മങ്ങൾ ലീലയായി ചെയ്തവനായിക്കൊണ്ട് ത്രിമൂർത്തി രൂപത്തിൽ ത്രിശക്തികളെയും ത്രിഗുണങ്ങളെയും സ്വീകരിച്ചവനും ശരീരികളിൽ അന്തര്യാമി രൂപേണ വർത്തിക്കുന്നവനും അനന്ത മാഹാത്മ്യത്തോടുകൂടിയവനുമായ പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം. അസത്തുക്കളായവരെ ഇല്ലാതാക്കുന്നവനും സജ്ജനങ്ങളുടെ ദുഃഖത്തെ അകറ്റുന്നവനും സർവചരാചര സ്വരൂപിയും പരമഹംസന്മാരുടെ ആശ്രമത്തിൽ വസിക്കുന്ന പുണ്യാത്മാക്കൾക്ക് ആത്മതത്വത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. കുയോഗികൾക്ക് പ്രാപിക്കാൻ കഴിയാത്തവനും സാത്വികന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനുമായുള്ള അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. നിരുപമവും നിരതിശയവുമായ ഐശ്വര്യത്തോടുകൂടി സ്വസ്വരൂപമായ പരബ്രഹ്മത്തിൽ രവിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. യാതൊരുവനെ കീർത്തിക്കുകയും സ്മരിക്കുകയും ദർശിക്കുകയും വന്ദിക്കുകയും പൂജിക്കുകയും മാഹാത്മ്യം ശ്രവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ലോകത്തിൻ്റെ മാലിന്യം വളരെ വേഗത്തിൽ ദൂരീകരിക്കപ്പെടുന്നുവോ അപ്രകാരമുള്ള ഭഗവാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. യാതൊരുവൻ്റെ തൃപ്പാദങ്ങളെ ഉപാസിച്ചിട്ടാണോ വിവേകികൾ ഇഹത്തിലും പരത്തിലുമുള്ള സർവസംഘങ്ങളും വെടിഞ്ഞ് വളരെ വേഗത്തിൽ സായുജ്യമുക്തിയെ നേടുന്നത് അപ്രകാരമുള്ള മംഗളകീർത്തിയോടുകൂടിയ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. തപസ്വികളായാലും ദാനതൽപരരായാലും യശസ്വികളായാലും സന്മനസ്സുള്ളവരായാലും മന്ത്രജ്ഞാനികളായാലും സദാചാരനിഷ്ഠയോടുകൂടിയവരായാലും സ്വഗുണങ്ങളെ യാതൊരാളിൽ സമർപ്പിച്ചാലല്ലാതെ ക്ഷേമത്തെ പ്രാപിക്കുന്നില്ലയോ അപ്രകാരമുള്ള മംഗളകീർത്തിയോടുകൂടിയ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. കിരാതന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്തന്മാർ, പുൽക്കസന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ തുടങ്ങിയവരും പാപകർമ്മ നിരതരായവരും പോലും യാതൊരാളെ ആശ്രയിച്ചാൽ പരിശുദ്ധരായിത്തീരുന്നുവോ അപ്രകാരമുള്ള പ്രഭാവത്തോടുകൂടിയ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം.
ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപിയും സർവ്വതിൻ്റെയും അധിപനും വേദസ്വരൂപനും ധർമ്മസ്വരൂപനും തപസ്വരൂപനും കാപഢ്യമില്ലാത്തവരായ ബ്രഹ്മാവ് ശങ്കരൻ മുതലായവർക്ക് പോലും വിസ്മയം ജനിപ്പിക്കുന്ന ഗുണത്തോടുകൂടിയവനുമായിരിക്കുന്ന ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. ലക്ഷ്മി വല്ലഭനും യജ്ഞപതിയും പ്രജാപതിയും ബുദ്ധി മുതലായ മനോവൃത്തികളുടെ പതിയും ലോകപതിയും ധരാപതിയും അന്തകന്മാർ വൃഷ്ണികൾ സാത്വതന്മാർ മുതലായവരുടെ പതിയും സജ്ജനങ്ങളുടെ പതിയും സർവ്വതിൻ്റെയും ആശ്രയസ്ഥാനവുമായ വിഷ്ണു ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. യാതൊരാളുടെ പാദധ്യാനം കൊണ്ട് സ്ഥിരമായി തീർന്ന ബുദ്ധി കൊണ്ടാണോ തത്വദർശികൾ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നത്, അപ്രകാരമുള്ള മുക്തിപ്രദനായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. പണ്ട് കൽപ്പാരംഭത്തിൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സൃഷ്ടി സംബന്ധമായ സ്മരണയെ ഉണർത്തിയ ഭഗവാനാൽ പ്രേരിതമായി അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്നും സ്വലക്ഷണങ്ങളോടുകൂടിയ സരസ്വതി, അതായത് വേദം ഉത്ഭവിച്ചു. ഋഷികളിൽ വെച്ച് ശ്രേഷ്ഠനായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് യാതൊരു പ്രഭുവാണോ ഈ ശരീരങ്ങളെ സൃഷ്ടിക്കുകയും അവയിൽ അന്തര്യാമി രൂപത്തിൽ വസിക്കുകയും ചെയ്യുന്നത്, 16 കലകളോടുകൂടിയവനും അവയെ അനുഭവിക്കുകയും ചെയ്യുന്നവനുമായ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ. പ്രശാന്തചിത്തരായവർ യാതൊരാളുടെ മുഖാരവിന്ദത്തിൽ നിന്നും നിർഗളിച്ച ജ്ഞാനമയമായ മധു പാനം ചെയ്ത് ആനന്ദ നിർവൃതിയെ പ്രാപിച്ചുവോ, അപ്രകാരമുള്ള അമിത തേജസ്സോടുകൂടിയ വ്യാസ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശ്രീശുകൻ പറഞ്ഞു, അല്ലയോ രാജർഷേ, ഇതേ ചോദ്യം പണ്ട് നാരദമുനി ബ്രഹ്മാവിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാൻ തനിക്ക് ഉപദേശിച്ചു തന്നതായ ആ തത്വത്തെ നാരദ മഹർഷിയോട് പറയുകയുണ്ടായി. അത് ഞാൻ അങ്ങയോട് പറയാം. അത് ഇനി അടുത്ത അധ്യായത്തിലാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ ചതുർത്ഥോധ്യായ. അങ്ങനെ 2ാമത്തെ സ്കന്ധത്തിലെ 4ാം അധ്യായം സമാപിച്ചു. ഇനി 5ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.